സോ ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ഒന്നുമല്ല. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ചാനലിൽ ലിയോൺ SSLC എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. എന്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ മാത്സിലോട്ട് നേരിട്ട് ചാപ്റ്ററിലേക്ക് പോകാതെ SSLCയിൽ 2025-26 പഠിക്കുന്ന കുട്ടികൾ നേരെ ചാപ്റ്ററിലേക്ക് പോകാതെ ബേസിക് ക്ലാസ്സസ് കണ്ടിട്ട് ചാപ്റ്ററിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു 1.25 മണിക്കൂറിൻ്റെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു ലൈവ് കണ്ടിട്ട് അത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സാധാ പോലെ ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെ ആയിട്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ചാനലിലോട്ട് വരുമ്പം ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ 2 പോസ്റ്റായിട്ടാണ് നമ്മൾ ഇട്ടത്. കാരണം ഒരു പോസ്റ്റിൽ 5 സ്ലൈഡ് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ 10 സ്ലൈഡ് ഉണ്ടായിരുന്നു. സോ 2 പോസ്റ്റായിട്ടായിരുന്നു ഇട്ടത്. അപ്പം അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്ലാസ് ഒന്ന് കണ്ടിട്ട് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പോസ്റ്റ് എടുത്ത് നോക്കുക. ആൻഡ് അതിനകത്തെ ആ ഒരു ക്വസ്റ്റ്യൻസ് 2 പോസ്റ്റ് ഉണ്ട്. അങ്ങനെ 10 സ്ലൈഡും കണ്ടു എന്ന് ഉറപ്പ് വരുത്തി ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1.5 മണിക്കൂർ ഒന്ന് അടുപ്പിച്ചിരിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. ആ ഒരു ബേസിക് നല്ലപോലെ പഠിച്ച ഒരു അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ ചെയ്യാൻ. അപ്പം അത്ര നേരം എടുത്തോളൂ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ ആണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാത്തവർ ഒന്ന് പോയി അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഫസ്റ്റ് ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ലൈവ് കാണുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അത് ചെയ്യാത്തൊരു അല്ലെങ്കിൽ ലൈവ് കാണാത്തൊരു. ഓക്കെ, അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇതായിരുന്നു നമ്മൾ തന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് OB. ഈ ഒരു ചിത്രം തന്നിട്ട് അതിൽ ഈ ഒരു OB കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. ഇവിടുന്ന് ഈ ഒരു ലൈൻ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത് OB. ഇവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൈതഗോറസ് തിയറം ഞാൻ ആ ഒരു ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ എടുത്തൊരു വിഷയമാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. പൈതഗോറസ് തിയറമാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. ഞാൻ പുതിയൊരു സ്ലൈഡ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണ സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് എഡ്ജ് സ്ക്വയർ സമം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടുത്തെ പാദം അല്ലെങ്കിൽ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ എഡ്ജ് ലംബം എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടാനുള്ളത്. OB എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ളതാണ്. പിന്നെ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് നമ്മുടെ 5 ആണ്. അപ്പം നമുക്ക് അതൊന്ന് എടുത്തെഴുതാം. ഓക്കെ, പാദം സ്ക്വയർ അതായത് 4 സ്ക്വയർ പ്ലസ് OB സ്ക്വയർ സമം 5 സ്ക്വയർ. അതാണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണ സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അതുപോലെ 16 പ്ലസ് OB സ്ക്വയർ സമം 5ന്റെ സ്ക്വയർ 25. ഇനി OB സ്ക്വയർ കാണാൻ വേണ്ടി ഈ 25നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം ഇവിടെ പ്ലസ് ആയിരുന്ന 16 ഇങ്ങോട്ട് വരുമ്പം അത് മൈനസ് ആയിട്ട് മാറും. അപ്പം 25 മൈനസ് 16 സമം 9. അപ്പം ഇവിടെ OB സ്ക്വയർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. OB സ്ക്വയർ എന്ന് പറഞ്ഞു 9 എന്ന് കിട്ടി. പലരും OB 9 സെന്റിമീറ്റർ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന മിസ്റ്റേക്സും നമുക്ക് മാറ്റാൻ പറ്റും. ആൻസർ നോക്കുക. OB സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആകുമ്പോൾ OB എന്ന് പറയുന്നത് √9 ആണ്. നമുക്ക് ഈ ഒരു സ്ക്വയർ മാറ്റണം. അപ്പം റൂട്ട് എടുക്കണം. √9 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ 3 എന്ന് എഴുതി വെച്ചാലും നിങ്ങളുടെ ഉത്തരം 1 മാർക്കിൻ്റെയാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അര മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു യൂണിറ്റും കൂടെ എഴുതുക. CM ഇങ്ങനെ എഴുതിയാൽ മാത്രമേ 1 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം 3 എന്നാണ് എഴുതി വെച്ചിട്ടുള്ളെങ്കിൽ, ഓക്കെ, 3 എന്നാണ് എഴുതി വെച്ചെങ്കിൽ അര മാർക്ക് കിട്ടും. അതുപോലെ സെന്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് കൃത്യമായിട്ട് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരമെല്ലാം തെറ്റി, പക്ഷേ നിങ്ങൾ ഞാൻ ഇവിടെ ആ ഒരു ഇക്വേഷൻ എഴുതിയിട്ടില്ല. നിങ്ങൾ ആ ഒരു ഇക്വേഷൻ എഴുതിയാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണ സ്ക്വയർ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് എഡ്ജ് സ്ക്വയർ സമം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, ഇങ്ങനെ ആ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക്, സോറി, 1 മാർക്കല്ല, അര മാർക്ക് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. 1 മാർക്ക് നിങ്ങൾക്ക് ഒരു ആൻസർ കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ 1 മാർക്ക് ഇടാം. പിന്നെ നിങ്ങൾ ഇക്വേഷനും എഴുതി അതുപോലെ തന്നെ ആ ഒരു ആൻസർ എഴുതി, പക്ഷേ യൂണിറ്റ് ഇടാൻ മറന്നെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടത്തില്ല. ഒരു യൂണിറ്റ് ഇടാൻ മറന്നെങ്കിൽ ഒരു അര മാർക്ക് നിങ്ങൾക്ക് കുറയ്ക്കണം. ഓക്കെ, അതാണ്
ചെയ്യേണ്ടത്. ഓക്കെ, സ്വയമേ വാലുവേറ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ആ ഒരു ഇത് നോക്കാതെ നിങ്ങൾക്ക് കുറയ്ക്കേണ്ടടത്തെല്ലാം കുറയ്ക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ എഴുതിയാൽ നിൽക്കും ഇവിടെ 1 മാർക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക് കിട്ടും. 1 മാർക്ക്. ഇക്വേഷൻ 2πr ആണ് നമ്മുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 2πr ആണ് നമ്മുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം 2πr ആണ് നമ്മുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 2πr ആണ്. ആർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ ആ ഒരു ഇതാണ് 3 സെന്റിമീറ്റർ. അതായത് ഇവിടെ OB തന്നെയാണ് നമ്മുടെ ആരം. ആരം 3 സെന്റിമീറ്റർ. അപ്പം പെരിമീറ്റർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 2 × π × 3, അതായത് 2 × 3 6π സെന്റിമീറ്റർ ആണ് ഇവിടെ നമ്മുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. യൂണിറ്റും കൂടി ഇട്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ അരമാർക്ക് എന്തായാലും കുറയ്ക്കണം. ഓക്കെ, അരമാർക്ക് എന്തായാലും കുറയ്ക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു OB കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കും അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിന് 2 മാർക്കുമാണ്. ഇവിടെ ബി ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ എഴുതിയ 1 മാർക്ക്, ആൻസർ കിട്ടിയ 1 മാർക്കാണ്. ആൻസറിന് യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ അരമാർക്ക് കുറയ്ക്കണം. അത് എല്ലായിടത്തും ബാധകമാണ്. ആൻസറിന് യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ അരമാർക്ക് കുറയ്ക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എക്സ് ആണ്. എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ സെയിം ഒരു ഇക്വേഷൻ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണ സ്ക്വയർ. നേരത്തെ ലംബമായിരുന്നു കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇപ്പൊ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് ചെയ്യാം. പുതിയൊരു പേജ് എടുക്കുന്നു. അതുപോലെ തന്നെ പാദം എന്ന് പറഞ്ഞാൽ ഇവിടെ 15 ആണ്, ലംബം 8 ആണ്. സോ 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ സമം എക്സ് സ്ക്വയർ. ഓക്കെ, 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. പ്ലസ് 8ന്റെ സ്ക്വയർ 64 ആണ്. അതായത് 225 പ്ലസ് 66 എന്ന് പറയുമ്പോൾ 289 ആണ്. അതാണ് നമ്മുടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് 289 എടുക്കുക. റൂട്ട് 289 എന്ന് പറയുന്നത് 289 ലാസ്റ്റ് 9 വന്നുകൊണ്ട് 1 7 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ 100 400 ഇടയ്ക്കാണ്. ഇപ്പം വരുമ്പം 7 വരാൻ സാധ്യത. അതുപോലെ 17 സെന്റിമീറ്റർ. ഇതെങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ 17 സെന്റിമീറ്റർ ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 17 സെന്റിമീറ്റർ ആണ് ആൻസർ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 17 സെന്റിമീറ്റർ. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ ഇക്വേഷൻ എഴുതിയാൽ അവിടെ 1 മാർക്ക്. ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്. ഇക്വേഷൻ ഹാഫ് BH. ഇവിടെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ബേസ് നമുക്കിപ്പോൾ പറയാം. ബേസ് 15 ആണ്, ഹൈറ്റ് 8 ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് 15 × 8. അപ്പം ഇവിടെ വരുമ്പം ഈ ഒരു 2 വെട്ടും 8 വെട്ടി 4 ആവും. സോ 15 × 4 60 cm സ്ക്വയർ വരും. 60 cm സ്ക്വയർ. ഇതാണ് ആൻസർ. ഓക്കെ, ഇവിടെ ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്. ഈ ഒരു ഇക്വേഷൻ എഴുതിയ 1 മാർക്ക്. ആൻസർ എഴുതിയാൽ 60 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ 1 മാർക്ക്. സെന്റിമീറ്റർ സ്ക്വയർ ഇട്ടില്ലെങ്കിൽ അരമാർക്ക് കുറയ്ക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് OB. ഇത് സെയിം സംഭവം. ഓക്കെ, നമ്മൾ പറഞ്ഞ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ പോയി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു പിക്ചർ തന്നെയാണ് ഞാൻ മൂന്നാമതും കൊടുത്തത്. അത് എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും കുറച്ച് സിമ്പിൾ ആയിരുന്നു അത്. ഫൈൻഡ് OB. നമ്മൾ OB നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, OB നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 3 സെന്റിമീറ്റർ എന്നുള്ളത്. 3 സെന്റിമീറ്റർ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാൽക്കുലേറ്റ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഡയമീറ്റർ കണ്ടുപിടിക്കാണ് നമ്മൾ പറഞ്ഞത്. ഡയമീറ്റർ OB ആണ് നമ്മുടെ റേഡിയസ്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ D = 2r ആണ്. അപ്പം 2 × 3 6 cm. അടുത്ത ഏരിയ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാണ്. പുതിയൊരു പേജ് എടുക്കട്ടെ. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷൻ എഴുതിയ 1 മാർക്ക്. ഇക്വേഷൻ πr². ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr².
ആർ സ്ക്വയർ ആണ്. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം 3 സെൻറ്റിമീറ്റർ ആണ്. സോ ഏരിയ പൈ ഇൻറ്റു 3 സ്ക്വയർ, അതായത് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ, 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. അവിടെ ആ ഇക്വേഷൻ എഴുതിയ ഒരു മാർക്ക്, 9 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയ ഒരു മാർക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ എഴുതിയില്ലെങ്കിൽ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ 1/2 മാർക്ക് കുറയ്ക്കുക. അടുത്തത് നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ചെറിയൊരു കണക്കായിരുന്നു. 4 മാർക്കിന്റെ കണക്കാണ്. ഓരോ ചോദ്യം ശരിയാക്കുമ്പോൾ ഓരോ മാർക്ക് വീതം വരും. ഇവിടെ യൂണിറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് യൂണിറ്റ് പറ്റി പേടിക്കണ്ട. 135 പ്ലസ് മൈനസ് 225, 135 പ്ലസ് മൈനസ് 225. ഇതെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് 225 നിന്ന് 135 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുക. 0, 13, 22 പോയാൽ 9, 90 മൈനസ് 90 ഫസ്റ്റത്തെ ഉത്തരം. ഓക്കെ, അടുത്ത മൈനസ് 525 പ്ലസ് 881, മൈനസ് 525 പ്ലസ് 821, മൈനസ് 525 പ്ലസ് 881 എന്ന് പറഞ്ഞാൽ 881 525 കുറച്ചിട്ട് പ്ലസ് ചിഹ്നം കൊടുക്കുക. ഇതെങ്ങനെയാണ് പ്ലസ് ചിഹ്നം മൈനസ് ചിഹ്നം കൊടുത്തത്? ഞാൻ ലൈവ് പറഞ്ഞായിരുന്നു. നെഗറ്റീവും പോസിറ്റീവും വന്നാൽ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഇവിടെ വലുത് 881 അത് പോസിറ്റീവ് ആണ്, സോ പ്ലസ് ഇടുന്നു. 881 നിന്ന് 525 പോകുമ്പോൾ സാധാ രീതി കുറയ്ക്കാൻ അറിയാത്തവർ കണ്ടുപിടിക്കുക. 1 വെട്ടി അവിടെ 11 8 വെട്ടി 7 11 നിന്ന് 5 പോയാൽ 6, 7 നിന്ന് 2 പോയാൽ 5, 8 നിന്ന് 5 പോയാൽ 3. ഓക്കെ, കണക്ക് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. എന്തെങ്കിലും തെറ്റോ ഈ ഒരു ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒന്ന് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കാണാത്ത എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ തിരുത്തിയിടത്തില്ല, കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ പ്ലസ് 356. അടുത്ത 765 മൈനസ് മൈനസ് 335. ഈ രണ്ട് മൈനസ് വരുമ്പോൾ എന്താവും? മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ രണ്ടോടെ കൂട്ടി വെക്കുക. 765 പ്ലസ് 335 1100 ആണെന്ന് തോന്നുന്നു. 1100 ആൻസർ. പ്ലസ് 1100, 300, 365, 307, 1100. ഓക്കെ, മൈനസ് 11 മൈനസ് മൈനസ് 8. കുറേ പേര് തെറ്റിക്കുന്ന ഒരു കണക്കായിരുന്നു ഇത്. മൈനസ് 11 മൈനസ് മൈനസ് 8, മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആവും. അപ്പം മൈനസ് 11 പ്ലസ് 8, മൈനസ് 11 പ്ലസ് 8. അപ്പം കുറയ്ക്കുമ്പോൾ 3 കിട്ടും. കുറച്ചിട്ട് വലുതിൻ്റെ ഇനം മൈനസ് 3, മൈനസ് 3. 4 ഓരോ മാർക്ക് വെച്ച് 4 ശരിയാക്കിയാൽ 4 മാർക്ക് കിട്ടും. അടുത്തത് ഒരു ഡയഗ്രാം ബേസ്ഡ് ചോദ്യമായിരുന്നു. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഫൈൻഡ് EOD. ഈ സംഭവം കണ്ടുപിടിക്കാണ് പറഞ്ഞത്. അത് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞായിരുന്നു, ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, അതിൽ ഇവിടെ 85 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്. അപ്പോൾ ബാക്കിയായിരിക്കും ഇവിടെ വരുന്നത്. 180 നിന്നും ഈ ഒരു 85 അതുപോലെ തന്നെ 15 കുറച്ചാൽ നമുക്ക് EOD കിട്ടും. അതായത് 180 മൈനസ് 85, 95, 100 കുറയ്ക്കുക. അപ്പം നമുക്ക് 80 എന്ന് കിട്ടും. അപ്പം 80 ഡിഗ്രിയാണ് ഫസ്റ്റത്തതിൻ്റെ ആൻസർ. അടുത്തത് പ്രൂവ് ദാറ്റ് OA ഈസ് ഈക്വൽ ടു OB. അതായത് ഈ ഒരു OAയും OBയും തുല്യമാണെന്ന് തെളിയിക്കുക. അതാണ് ചോദ്യം. ഇവിടെ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ, ആ ഒരു ഒരേ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും, O എന്ന് പറഞ്ഞ ബിന്ദുവിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് വരച്ചിരിക്കുന്ന ബിന്ദുക്കളാണ്. സോ ഇത് രണ്ടും ആ ഒരു വൃത്തത്തിന്റെ റേഡിയസ് ആണ്. റേഡിയസ് എപ്പോഴും തുല്യമായിരിക്കും. അത് നിങ്ങളുടെ ഭാഷയിലെങ്കിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അതിന് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റത്തേന് 1 മാർക്ക്, രണ്ടാമത്തേന് 2 മാർക്ക്, മൂന്നാമത്തേന് 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ OE ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഈ ഒരു OE എന്ന് പറഞ്ഞ 5 സെന്റിമീറ്റർ ആണ്. AB കണ്ടുപിടിക്കാണ് പറഞ്ഞത്. അതെങ്ങനെ കണ്ടുപിടിക്കും? OEയും ABയും തമ്മിലുള്ള ബന്ധം എന്തോ ഒന്നും അറിയത്തില്ല. നോക്കുക, OE എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് എപ്പോഴും തുല്യമായിരിക്കും. അതായത് AOയും OBയും തുല്യമായിരിക്കും. AOയും OBയും റേഡിയസ് ആണ്. സോ രണ്ടുകൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് 10, OE അപ്പം 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 2 5 കൂടെ കൂട്ടുമ്പോൾ 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അങ്ങനെ നോക്കണ്ട, ഇത് റേഡിയസ് അല്ലേ. AB എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അപ്പം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ 2 ഇരട്ടിയാണ്. സോ 5 × 2 എടുത്താലും മതി, 10 സെന്റിമീറ്റർ എന്ന് കിട്ടും.
അടുത്തത് കുറച്ചുകൂടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെച്ച ചോദ്യമായിരുന്നു. 5 മാർക്കിന്റെ ചോദ്യം. നമ്മുടെ ഡെസിമൽസിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി കൺവേർട്ട് ദ ഡെസിമൽസ് ഇൻടു ഫ്രാക്ഷൻസ്. നോക്കുക, 0.7 നമ്മുടെ ഫ്രാക്ഷൻ ആക്കി മാറ്റുവാണെങ്കിൽ 7/10 എന്നായിരിക്കും വരുന്നത്. അതുപോലെ 0.1 1/10 എന്നാക്കുക. 0.86 അല്ല, 86/100 ആണ്. അതുപോലെ 0.38 38/100 ആണ്. നമ്മൾ ഒരിക്കലും 0.38 എന്ന് പറയില്ല, 0.38 എന്ന് മാത്രമേ പറയാവുള്ളൂ. അതുപോലെ 0.12 12/100 ആവും. ഓക്കെ, സിമ്പിളായിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ക്ലാസ് കണ്ടുതരുന്നത്. ക്ലാസ്സിൽ ഇതെല്ലാം ഇനിയും പഠിച്ചു വെക്കും. ഓക്കെ, നിങ്ങൾക്ക് 10ൽ വളരെ യൂസ്ഫുൾ ആവുന്ന സംഭവമൊക്കെയാണ് ഇത്. അടുത്തത് ഫൈൻഡ് ദ സൊല്യൂഷൻസ്. നമുക്ക് ആ ഒരു ഡെസിമൽസ്, ദശാംശ രൂപങ്ങൾ തമ്മിൽ കൂട്ടാനും അതുപോലെ കുറയ്ക്കാനുമുള്ള ഒരു കണക്കായിരുന്നു. 4.32 പ്ലസ് 12.16. ഇതെങ്ങനെയാണ് കൂട്ടുന്നത്? 4.32 പ്ലസ് 12.16. ആ ഒരു പോയിന്റ് നേരെ വരുമെന്ന് നോക്കുക. ബാക്കി കൂട്ടി വെക്കുക. 6 2 8 3 1 4. പോയിന്റ് അതുപോലെ തന്നെ ഇടുക. 4 2 6 16. 16.46 എന്ന് പറയരുത്, 46 48 എന്ന് പറയരുത്, 48 എന്ന് എഴുതുക. അതുപോലെ തന്നെ മറ്റൊന്ന് കൂട്ടുക. 12.16 മൈനസ് 3.14. 6ൽ നിന്ന് 4 പോയാൽ 2, 1ൽ നിന്ന് 1 പോയാൽ 0. പോയിന്റ് അതുപോലെ ഇടുക. പിന്നെ 12ൽ നിന്നും 3 പോയാൽ 9, 9.02. അടുത്ത ഇവിടെ കുറയ്ക്കാനാണ്. 46.30 മൈനസ് 0.3.67. അപ്പം 67 46.30 മൈനസ് 0.3.67. ഇവിടെ 10, 3 പോയ 2, ഇവിടെ 5, 10ൽ നിന്ന് 7 പോയാൽ 3, 2ൽ നിന്ന് 12 ആവും. 12ൽ നിന്ന് 6 പോയാൽ 6, പോയിന്റ് 5ൽ നിന്ന് 3 പോയാൽ 2, 42. സോ 42.63 ആണെന്ന് തോന്നുന്നു. ചെറിയ വല്ല കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് എന്ന് പറയണേ. അടുത്ത 2.1 പ്ലസ് 21.83. അത് കൂട്ടുമ്പം 22.93. ഓക്കെ, 93 എന്ന് പറയില്ലേ, 93. അടുത്ത 1.89 പ്ലസ് 5.91. അപ്പം അത് ചെയ്യുമ്പോൾ 9 1 0 ശിഷ്ടം 1 ഉണ്ട്, 9. അപ്പം 9 18. പിന്നെ ശിഷ്ടം ഉണ്ട്, ആ ഒരു പോയിന്റ് ഇട്ടിട്ട് 5 1 6.7.80 ആണെന്ന് തോന്നുന്നു. 7.80. 5 മാർക്കിന്റെ സിമ്പിൾ ചോദ്യമായിരുന്നു അത്. അടുത്ത ഫൈൻഡ് ദ സൊല്യൂഷൻ. ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാനുള്ള ഒരു ചോദ്യമായിരുന്നു. ഇവിടെ അപ്പോൾ ഫ്രാക്ഷൻസ് എല്ലാം ഒരുമിപ്പിക്കണം. 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 2 അടുത്ത് 2 × 2 ചെയ്യുക. അപ്പം 2/4 പ്ലസ് 1/4. അപ്പം 3/4 എന്ന് കിട്ടും. 3/4. അതുപോലെ ഇവിടെ 7 × 9. അതുപോലെ തന്നെ 3 × 9. 2 × 7. 9 × 7. അപ്പം നിങ്ങൾക്ക് ചെയ്യുമ്പം ഞാൻ അത് പുതിയൊരു അടുത്ത് കാണിച്ചു തരാം. അത് ചെയ്യുമ്പം 3 × 9 9 3 27. 7 × 9 63 പ്ലസ് 14/63 കൂട്ടുമ്പം 37 41/63 കിട്ടും. ഓക്കെ, 41/63 കിട്ടും. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആണ്. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3/5 പ്ലസ് 1/15. ഇവിടെ ഇൻറ്റു 3 ചെയ്താൽ മതി. ഇൻറ്റു 3 രണ്ടിടത്ത് ഇൻറ്റു 3 ചെയ്യുമ്പോൾ 9/15 പ്ലസ് 1/15 സമം 10/15 എന്ന് വരും. അത് നമുക്ക് ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. വെട്ടിച്ചുരുക്കി 2/3 എഴുതിയവരും ഉണ്ടെങ്കിൽ അതും ശരിയാണ്. ഓക്കെ, അടുത്തത് 1/9 പ്ലസ് 7/8. ഇത് നിങ്ങൾ തിരിച്ചു ഗുണിക്കുക. 9 8 1 × 8 7 × 9 8 × 9. അത് ചെയ്യുമ്പം 8/9 72 പ്ലസ് 7 9 63/72. അപ്പം 63 71/72 എന്ന് കിട്ടും. അടുത്തത് 6/7 പ്ലസ് 2/21. 7 × 3 6 × 3 ചെയ്യുക.
അപ്പോൾ ഇത് വേറൊരു കളറിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകത്തില്ല. 6 3 അതായില്ലോ, കളർ മാറിയില്ല. വെയിറ്റ്. ഓക്കെ, 6 3 18 ബൈ 7 3 21 പ്ലസ് 2 ബൈ 21, അത് 20 ബൈ 21 ആവും. ഓക്കെ, 5 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ വീഡിയോ 20 മിനിറ്റിന് മേളിലായി. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10 ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ടാണ് ഇത്രയും ഇത് വന്നത്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 6 മാർക്കിന്റെ ഒറ്റൊരു ചോദ്യം ഉള്ളായിരുന്നു ഈ ചോദ്യം. ഇത് പിന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ സിമ്പിൾ സാധനമായിരുന്നു. ഓക്കെ, നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു. ഡിനോമിനേറ്റർ മറ്റേന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ വേറെ ആയിരുന്നു, ഇത് ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അങ്ങ് കൂട്ടി മൊത്തത്തിൽ അങ്ങ് കൂട്ടി വെച്ചാൽ മതി 3/3. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതിയിട്ട് ആ മേളിലെ ചെയ്താൽ കൂട്ടി വെച്ചാൽ മതി 3/4. ഇവിടെ 5/4, ഇവിടെ 7/5, ഇവിടെ 8/6. ഈ 8/6 വേണം നമുക്ക് മുറിച്ച് അല്ലെങ്കിൽ വെട്ടി 3/2 എന്ന് എഴുതാം, അല്ല 4/3 എന്ന് എഴുതാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. 2 എന്ന് എഴുതിയാലും ശരിയാണ്. ലാസ്റ്റത്തേത് 9/9. 9/9 ഞാൻ മനഃപൂർവ്വം ഇട്ടാണ്. 9/9 എന്ന് പറയുന്നത് 1 ആണ്. 1 എഴുതിയാലാണ് കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ളവര് 9/9 എന്ന് എഴുതിയാലും വിഷയമില്ല. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബിലോ ചെയ്യുക. കമന്റ് എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനി നമ്മുടെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക് വേണമെങ്കിൽ, ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക് വേണമെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാം. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. SSLC നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് നേരെ കടക്കാം. ബേസിക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള മാത്സിനായിരുന്നു. സോ മാത്സിന്റെ ബേസിക് തന്നു. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും സബ്ജക്റ്റിനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ആ സബ്ജക്റ്റിന്റെ ബേസിക് എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാപ്റ്റർ നമുക്ക് ഒരു 2-3 ദിവസത്തിനകം നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സ് തുടങ്ങാൻ പോവാണ്. സോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.